എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ രാമായണ മാസമാണല്ലോ. എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം ഞാൻ രാമായണം ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ കർക്കിടക മാസത്തിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില എന്താ പറയുക കാലഘട്ടത്തിലൊക്കെ ഈ രാമായണത്തിലെ ആശയങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അതായത് നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ കിട്ടുന്ന ആശയമായിരിക്കില്ല അടുത്ത തവണ അതേ കാര്യം വായിക്കുമ്പോൾ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പിന്നീട് ജീവിതത്തിൽ പ്രയോഗിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ വെറുതെ വായിക്കുക എന്നുള്ളതിലപ്പുറം എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ചത് കംപ്ലീറ്റ് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. വായിക്കുന്നത് കുറച്ചാണെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കി വായിച്ചിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്ന അധ്യാത്മ രാമായണം. രാമായണത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള രാമായണമുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസൊക്കെ പറയാൻ പോയാൽ ഒത്തിരി ലെങ്ത് കൂടും. ഏതായാലും ജസ്റ്റ് ഒന്ന് തുടക്കം വായിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓം വാൽമീകി മഹർഷി നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ഹനുമാൻ സമയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. അങ്ങനെ തുടങ്ങുകയാണ്. ഓരോ കാണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് മഹത്തായിട്ടുള്ള അറിവുകൾ. അപ്പോൾ ഏതായാലും മിക്ക ആളുകളും വായിക്കുന്നുണ്ടാവും ഈ രാമായണം. ഇത് ഞാൻ പറയാട്ടോ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മാത്രം, ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള അറിവുകളല്ല ഈ രാമായണവും ഭഗവത്ഗീതയും ഒക്കെ. അതിലുള്ള ആശയം മനുഷ്യൻ വർഗം അല്ലേ, മനുഷ്യൻ എന്നുള്ള ആ മതത്തിൽ ജീവിക്കാൻ, ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുകളാണ് അതിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഓരോ മനുഷ്യർക്കും അത് സ്വായത്തമാക്കാം എന്നാണ് പറഞ്ഞു വന്നത്. അപ്പം എപ്പോഴും ഞാൻ വായിക്കുമ്പോഴൊക്കെ ഈ ആദ്യ ഭാഗങ്ങളൊക്കെ എപ്പോഴും വായിക്കും. അവസാന ഭാഗങ്ങളാണ് ഭയങ്കര എപ്പോഴും ചിലപ്പോൾ വിട്ടു പോകാറുള്ളത്. ഇത് രാമായണ മാസത്തിൽ മാത്രമല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് രാമായണം വായിക്കാം. ഇനി രാമായണത്തിൻ്റെ ഫലശ്രുതി ഒന്ന് പറയാം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വായിക്കുക, ഇത് മനസ്സിലാക്കുക എന്നുള്ളത് എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വിവൃദ്ധി പദപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തരായിടും മഹാപാതകങ്ങളാൽ.
കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമുക്കറിയാം നമ്മളെ മനുഷ്യജന്മം പുൽകിയിരിക്കുന്നത് തന്നെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇത് എത്രയും ഉത്തമത്തിൽ ഉത്തമമായിട്ടുള്ള ഒന്നാണ്, ഉത്തമോത്തമമായിട്ടുള്ള ഒരു ഇതിഹാസമാണ്. മൃത്യുഞ്ജയ, നമ്മുടെ മരണത്തെ പോലും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അധ്യയനം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ മർത്യനാ ജന്മന മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം, നമുക്ക് മുക്തി സിദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറയണം. മൈത്രീകരമാണ്, ധനധാന്യ വൃദ്ധിപ്രദമാണ്, ശത്രുവിനാശനമാണ്, ആരോഗ്യവർദ്ധനമാണ്. ഇതിലുള്ള ടേംസ് സംസ്കൃതം മിക്സ്ഡ് ആയിട്ടുള്ള മലയാളം ആണെങ്കിൽ കൂടെ നമുക്ക് അർത്ഥം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് കേട്ടോ. ദീർഘായുസ് നമുക്ക് ലഭിക്കും, പവിത്രമാണ്, സൗഖ്യപ്രദമാണ്, സകല അഭീഷ്ടങ്ങളെയും സാധിക്കാൻ സഹായിക്കുന്നതാണ്. പഠിക്കലും ഭക്തിപൂർവ്വം നമ്മളിത് പഠിക്കുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തൽക്ഷണേ അപ്പം തന്നെ എന്താണ് മുക്തനായിടും. എങ്ങനെ മഹാപാതകങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മുക്തി ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുദ്ധനായി വരും, വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. അർത്ഥം ആഗ്രഹിക്കുന്ന, ധനം ആഗ്രഹിക്കുന്നവന് മഹാധനം ലഭിക്കും, സുപുത്രനെ ലഭിക്കും, ആര്യജനങ്ങളാൽ നമുക്ക് ബഹുമാനം കിട്ടും, വിദ്യ ആഗ്രഹിക്കുന്നവൻ മഹാബുദ്ധനായിട്ട് തീരും. പിന്നെ വന്ധ്യയായിട്ടുള്ള യുവതി ഇത് കേൾക്കുകയാണെങ്കിൽ തന്നെ, അവർ വായിക്കും കൂടെ വേണ്ട, കേട്ടിടുകിൽ തന്നെ സന്തതി ഉണ്ടാവും അവൾക്ക് എന്ന് നിർണയം ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. ഇനി ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും, അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും, ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി, ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ, ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. അതായത് ബദ്ധനായിട്ടുള്ളവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടവിലാക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥം, അയാൾ മുക്തനായിട്ടിടും. ഇനിയോ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നേടിക്കിട്ടും എന്നാണ് പറയണത്. പിന്നെ ദുർഗങ്ങളെല്ലാം നമുക്ക് തടസ്സങ്ങളെല്ലാം നമുക്ക് ജയിക്കാൻ സാധിക്കും. ദുഃഖിതനായ ഒരാൾ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് സുഖമുണ്ടാവും. ഭീതൻ, ഭയപ്പെട്ടിട്ടുള്ള ഇരിക്കുന്ന ആൾ, ഇത് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഭയമൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക? രാമായണം വായിക്കുക. ദുഃഖം നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? രാമായണം വായിക്കുക അല്ലേ. വ്യാധിതൻ കേൾക്കില്ല, വ്യാധിയുള്ള ആൾ ഈ രാമായണം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കേട്ടാൽ മതി, വായിക്കും കൂടെ വേണ്ട, കേട്ടാൽ മതി, അനാതുരനായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ കേട്ടോ, ഒരു കാര്യം ഇടപെടുകയാണ്. അപ്പോൾ നമ്മളെ ജ്വര ചികിത്സ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിലെ വിഷ്ണു സഹസ്രനാമം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചികിത്സ ഉണ്ട്. ദൈവവ്യപാശ്രയം, യുക്തിവ്യപാശ്രയം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ്. അപ്പോൾ അതിൽ ദൈവവ്യപാശ്രയ ചികിത്സ ഒരു പദ്ധതിയിൽ ജ്വരം, പ്രത്യേകിച്ച് ആ ഒരു അസുഖമൊക്കെ വരുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം കേൾക്കാനും ചൊല്ലാനും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡോട് നമ്മൾ വിചാരിക്കും, എങ്ങനെയാണ് ഒരു അസുഖം വരുമ്പോൾ ഈ സഹസ്രനാമം കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ എങ്ങനെയാണ് അസുഖം മാറുക അല്ലേ? നമുക്ക് ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോകണ്ടേ, അവിടുത്തെ എമർജൻസി ചികിത്സകൾ നമ്മൾ നേടണ്ടേ എന്നൊക്കെയാണ് ചിന്തിക്കുക. അതൊക്കെ നമ്മുടെ ലോജിക്കൽ മൈൻഡിൻ്റെ തോട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയുണ്ട് ചികിത്സ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഇവിടെ ഇതാണ് വ്യാധിതൻ കേൾക്കിൽ, എങ്ങനെയാണ് വ്യാധിയായിട്ടുള്ള ഒരാൾ, വ്യാധി അനുഭവിക്കുന്ന ഒരാളെ ഇത് കേട്ടാൽ എങ്ങനെയാണ് അയാൾ അനാതുരനായിട്ട് മാറുക എന്നുള്ളതാണ് ആ സമയത്ത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അടുത്തത് ഭൂതദൈവാത്മോത്ഥമായുടനായുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം, ദേവപിതൃഗണ താപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യതരം, കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. അപ്പോൾ ഭൂതദൈവാത്മോത്ഥമായുടൻ ഉണ്ടാകുന്ന ആദികളെല്ലാം, അപ്പോൾ അത് സൂക്ഷ്മമായിട്ടുള്ള, അതായത് ചില അസുഖങ്ങൾ നമുക്ക് ഇതെന്തുകൊണ്ടാണ് പറ്റിയെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത കുറച്ച്, അതായത് നമ്മുടെ ഗ്രഹങ്ങളുടെ, ഭൂതങ്ങളുടെ, ഇങ്ങനെയുള്ള ചില സൂക്ഷ്മമായിട്ടുള്ള എനർജീസ് നമ്മളെ എഫക്ട് ചെയ്തിട്ട് നമുക്ക് അസുഖങ്ങൾ വരാൻ സാധിക്കും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് ഈ രാമായണം കേട്ടാൽ സാധിക്കുന്ന പറയണം. അതുപോലെ ദേവതകളുടെ, പൂർവ്വ പിതാക്കന്മാരുടെ, അവരുടെയൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക്, അവരെല്ലാവരും നമ്മളിൽ പ്രസാദിക്കും എന്ന് പറയുന്നുണ്ട്. എന്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നമുക്കുള്ള എല്ലാ തടസ്സങ്ങളും ദുഃഖങ്ങളും ഒക്കെ നീക്കാൻ സഹായിക്കുന്ന ഒരു മഹത്തായ അറിവാണ് ഇത് എന്നുള്ളതാണ്. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ
ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങിക്കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. അതായത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അദ്രിസുതയ്ക്ക് പരമശിവൻ, അദ്രിസുത ആരാണ്? ഹിമവാന്റെ പുത്രി ആരാണ്? പാർവതി ദേവി അല്ലേ. അപ്പോൾ പരമശിവൻ പാർവതി ദേവിക്ക് ഇത് ആദരപൂർവ്വം ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യിൽ. അതായത് നമ്മൾ ചൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ചൊല്ലുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് അഭീഷ്ടം മാത്രം സിദ്ധിക്കും എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫലശ്രുതി, അതായത് ഫലശ്രുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആക്ഷൻ, മോഡ് ഓഫ് ആക്ഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ എന്ത് യോഗങ്ങൾ, ഇപ്പോൾ രാസന സപ്തം കഷായം അല്ലെങ്കിൽ ധാനുന്തരം കഷായം, ദശമൂലാരിഷ്ടം, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക, ഈ ആദ്യം നമ്മൾ ഇതിന് വേണ്ട ദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കും അല്ലേ. അതിനുശേഷം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ നോക്കും. അതിനുശേഷം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കൊക്കെ കൊടുക്കാം, ഏതൊക്കെ അസുഖങ്ങളിൽ കൊടുക്കാം എന്നുള്ള ആ മോഡ് ഓഫ് ഇൻഡിക്കേഷൻ, അതാണ് ഫലശ്രുതി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഈ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതിൻ്റെ അന്തസത്ത എന്താ എന്നുള്ളതാണ് ഈ ഫലശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ സെൻറ്റൻസ്, ഓരോ വരികളിലും നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ വായിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. എനിക്ക് മനസ്സിലായിട്ടുള്ള ചെറിയ അറിവാണ് കേട്ടോ. ഞാൻ വലിയ അറിവുകളൊന്നും പറയാൻ നമ്മളാരുമല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളാണ് ഈ കോമൺ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പോൾ ആരും ഒരറിവും ചെറുതും അല്ല, അറിവ് പറയുന്നവർ ആരും അവരെല്ലാം തികഞ്ഞവരും അല്ല അല്ലേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.